We all got into women's toilet. ഉണ്ടോ? ഇല്ല. മിറേഴ്സ്, ഡോറ്. Good morning people, this is our last day in Japan. അപ്പോൾ എന്താണ് നമ്മുടെ ഹോട്ടലിൽ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണേണ്. ആൻഡ് അത് കണ്ടോ, ഒരു ടെസ്ലയാണ് അറിയിക്കണേ. കണ്ടോ ടെസ്ല, ഭയങ്കര വലിയ വണ്ടി കേട്ടോ, ഭയങ്കര സൈസാണ്. ഹായ്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് കാർ ഹിയർ? 1,500 yen. इंडिया में एकदम 50 to 55 lakhs का होगा, यहाँ पे 1 करोड़ का होगा. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, എത്ര ഇത് 6 സീറ്ററാണ്, 5 സീറ്റർ. ഓക്കെ, ആ ബൂട്ട് സ്പേസിലും ഒരു സീറ്റ് അവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. ആ ഒരു നമ്മുടെ സ്ക്രീനും പിന്നെ സെൻറ്റർ സ്ക്രീൻ കണ്ടോ, ഇത്രയും വലിയ സെൻറ്റർ സ്ക്രീൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഡോറൊക്കെ മേളിലേക്കാണ് നോക്കണേ. നമുക്ക് ഫ്രങ്ക്, ദിസ് ഇസ് ഫ്രങ്ക്. ഫ്രണ്ടിലാണ് ഇതിൻ്റെ സ്പേസ്, അറിയാമല്ലോ എല്ലാ ഇലക്ട്രിക് കാറിനും. അത് തന്നെയാണ് ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചാണ്. അപ്പോൾ വണ്ടി ഭയങ്കര സൈസ് കേട്ടോ, നല്ല സൈസ് ഉണ്ട് കാണാൻ. ഇത്ര നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വണ്ടി. പാട്ടിനനുസരിച്ച് ലൈറ്റൊക്കെ അത് ഡോറൊക്കെ തുറക്കണം. വാവ്, നേരിട്ട് ആദ്യം കേട്ടോ, രക്ഷയില്ല. മിറേഴ്സ്, ഡോറ്, സീൻസാണ്. നമ്മളൊരു മോളിൽ അല്ലെങ്കിൽ പാർക്കിംഗ് ടോയ്ലറ്റ് ഇട്ടത്. സ്വർഗം സ്വർഗം. ഇത് എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് കേട്ടോ. ഉണ്ട്, കഴുകാൻ, ഡ്രൈ ആക്കാനോ, പാട്ട് കേൾക്കാം, ഫുള്ളി ഓട്ടോമേറ്റഡ് സാധനം. ഇത് കൊച്ചുങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ടോക്കിയോയിലേക്ക് പോകണം. ബാത്റൂം വ്ളോഗൊക്കെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ കാണുന്നത്. നമ്മുടെ പിള്ളേർക്ക് വേണ്ടി സെപ്പറേറ്റ്. സോ പാർക്കിങ്ങിൽ ഫുൾ ട്രക്സ് ആണ്. ഇവിടെ ട്രക്സ് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് നല്ല രസമാണ്. ട്രക്സ് ഭയങ്കര തിളങ്ങി ജോഗാന്നിരിക്കും കേട്ടോ എല്ലാ വണ്ടിയും. വി ഓൾ ഗോട്ട് ഇൻ ടു വുമൻസ് ടോയ്ലറ്റ്. ഉണ്ടോ? വി വെന്റ് ഹിയർ. ഒന്ന് ടോക്കിയോയിലേക്കാണ് പോണത്. ഇവിടുന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മോട്ടേക്കിൽ നിന്ന് ടോക്കിയോ ഏകദേശം 120 കിലോമീറ്റേഴ്സ് ഉണ്ട്. 2 മണിക്കൂർ യാത്രയാണ്. ഹൈവേയിൽ ഒക്കെ അടിപൊളിയാണ്, പക്ഷേ സ്പീഡ് അധികമില്ല കേട്ടോ. സ്പീഡ് ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരു 90 വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ചില സ്ഥലത്ത് 110 വരെയും പോകാം. അതിന് മേളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ലെക്സസ് 430 ST7 യെസ് കണ്ട സമയമുള്ള. ഞാനിവിടെ ഒരു ഹോണ്ടയുടെ ഒരു CB 900F, ദ വിൻറ്റേജ് 4 സിലിണ്ടർ ബൈക്ക്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഊബർ ഈറ്റ്സ് ഓടുന്ന ആരുടെ വണ്ടിയാണ് എന്താണെന്നറിയാം. കണ്ട, ഇവിടെ പഴയ വണ്ടികൾ വരെ ഒരു സൂക്ഷിച്ച് അടിപൊളിയായിട്ട് കാര്യമുണ്ട്. സുധേ, ഇതാണ് നമ്മൾ നിൽക്കണ ഹോട്ടൽ മിറ്റ്സുയി ഗാർഡൻ ഹോട്ടലാണ്. ഇത് കാണിച്ചു കേട്ടോ ജസ്റ്റ് പുറത്ത്. നമ്മളങ്ങനെ ടോക്കിയോയിൽ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ടോക്കിയോ. ഞങ്ങൾ ഗീസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. പ്രൈം ലൊക്കേഷനാണ്, സെൻറ്റർ ഓഫ് ടോക്കിയോ. ഇതാണ് ഇതിന് ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ, ആ ഫുള്ള് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ. എന്ത് ക്ലീൻ സിറ്റിയാന്ന് പറയുമ്പോൾ, ഒരു രക്ഷയില്ലാത്ത ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വണ്ടി ഇത്ര ഓടിയിട്ട് വണ്ടിയിൽ പോലും പൊടിയുണ്ടല്ലോ, അത്ര ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് ദിസ് ഈസ് ആർ ഹോട്ടൽ. കണ്ടോ, ഇതാണ് നമ്മുടെ hotel. Check-in time at Dubai. How is the hotel in a way? Very lavish and very premium, and right in the heart of the city. Yes. So good access to all the parts of. ഞങ്ങൾക്ക് ഇവിടെ പുറത്തേക്ക് പോയ മെട്രോ സ്റ്റേഷൻ, കടകൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ഹോട്ടൽ. ഇപ്പോൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം 3 മണിക്കാണ് ജപ്പാനിൽ. നമ്മുടെ നാട്ടിലെ പോലെ 11 മണിക്കൊന്നും പറ്റില്ല, 3 മണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കറങ്ങാൻ പോയി തിരിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ ചെക്ക് ഇൻ, നമ്മൾ ഹോട്ടലിലേക്ക് കയറാം. സോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ദാറ്റ് ഈസ് ദ 990 ഏക്കേഴ്സ്. ഇതാണ് റീക്കോ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. റൈഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഫുൾ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ആൻഡ് വി ഹാവ് ദിസ് ഹോണ്ടയുടെ മങ്കി ബൈക്ക് പറഞ്ഞുകൊണ്ട്. അത് കൂടാണ്ട് 1390 സൂപ്പർ ഡ്യൂക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നാട്ടിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ട്രാക്ക് ഓടിച്ച വണ്ടിയാണല്ലോ. നമ്മുടെ ഷോപ്പിലേക്ക് കയറുന്നതാണ്. ഇതാണ് ഷോപ്പ് കേട്ടോ. കയറുമ്പോൾ തന്നെ കാവാസാക്കി വെച്ചിട്ടുണ്ട് റൈഡിങ് ഗിയേഴ്സ്. ഇതാണ് ഹെൽമെറ്റ്, ഷോയി, HEV എല്ലാ ഹെൽമെറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നൈസ് ആൻഡ് ഫുൾ ഓഫ് ആക്സസ്. ഓടി നടന്ന് നീ എടുക്കും ഇവിടെ. എൻ്റെ മോനെ, ക്ലിമ്മിൻ്റെ കളക്ഷൻ. ഹെൽമെറ്റ്സ് എവിടെ?
ദിനു ഭായ് വാട്ട്സ് ദ പ്രൈസ്? 62,000. 68,200, അതായത് നമ്മുടെ നാട്ടിലെ 36. How much? 68 or 62? ഊട്ടി നടന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അധികം വാങ്ങിച്ച് വെറുതെ പൈസ കളയുന്നില്ല. ടൈച്ചി ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ടോക്കിയോ ടവർ ആണത്. അപ്പോൾ क्या हुआ तुम्हारा टोक्यो टावर उधर है, तुम्हारा टावर किधर है? ടവർ അവരുടെ ജസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ ടവറാണ്. നമ്മുടെ ഐഫിൽ ടവർ പോലെ ഇരിക്കും സാധനം. കണ്ടോ, ശ്രീധർ ഇങ്ങനെയാണ് എല്ലാവരെയും വളയ്ക്കണേ. ഇതാണ് ടവർ. ഇതിൻ്റെ മേളിലേക്ക് പോകാം. ആ ഒരു സ്ഥലത്ത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കും. ഇവിടെ ഫുൾ ടൂറിസ്റ്റ് ഏരിയ ആണ് പക്ക. അപ്പോൾ നമ്മളങ്ങനെ നെക്സ്റ്റ് സ്ഥലത്ത് വന്നത് അസക്കുസ ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളാണ്. എനിക്ക് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. കാരണം അത് ടോളസ്റ്റ് ബിൽഡിംഗ് ആട്ടോ ഇവിടുത്തെ. ഇതൊരു ടെമ്പിളാണ്. കമീനാറോമിനോൺ ഗേറ്റ്. ഫുള്ളൊരു ചെറിയ മാർക്കറ്റാണ് അകത്തേക്ക് കയറുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത് തന്നെ ടെമ്പിൾ അങ്ങ് അറ്റത്താണ്. അതിന് മുമ്പ് കുറേ മാർക്കറ്റ് ഏരിയയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. കണ്ടോ, ഇതൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ദൂരെ കാണുന്ന ടെമ്പിൾ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. ഫുൾ ഷോപ്പിംഗ് മോളും പരിപാടിയൊക്കെയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇവിടെ നിന്ന് ചില കളഞ്ഞുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ചോപ്പ് സ്റ്റിക്സ് ഒക്കെ, ഡിസൈനർ ചോപ്പ് സ്റ്റിക്സ്. നമ്മൾ ഡിസൈനർ സ്പൂണൊക്കെ വാങ്ങില്ല, അതായത് ഡിസൈനർ ചോപ്പ് സ്റ്റിക്സ്. പിന്നെ ഇവിടെ ഇവരുടെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. കിമോണോ എന്നാണ് അതിന് പറയുന്നത്, ജാപ്പനീസ് ഒരു ഡ്രസ്സ്. ആ ഡ്രസ്സ് ഇട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണേ. അങ്ങനെ എന്താ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ആ ടെമ്പിളിലേക്ക് എത്താൻ സമയം എടുക്കും. ഇടിച്ച് ബുദ്ധി പോകേണ്ടി വരും ഇവിടെ. അപ്പോൾ ഇതാണ് ആ ഒരു ടെമ്പിള്. ഇതൊരു ബുദ്ധിസത്തിൻ്റെ ഒരു ടെമ്പിളാണ്. ബുദ്ധിസം, അതിൽ അവരുടെ ദൈവത്തിനൊരു പേരുണ്ട്. ഇവിടെ ഏകദേശം എല്ലാ വർഷവും 30 മില്യൺ പ്ലസ് ആൾക്കാർ ഇവിടെ തൊഴാൻ വരും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ്. ഇതാണ് ആ അമ്പലം, നിങ്ങൾ കാണണം കേട്ടോ. നല്ല വലിയ അമ്പലമാണ്. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരെ തിരിച്ചായത് ബാലി പോയപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയുന്ന ആൾക്കാർ സീറ്റ് ഇരിക്കട്ടെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ക്ലീനാണ്, വൃത്തിയാണ്. കണ്ടോ, എല്ലാവരും നമ്മൾ ആരത്തിയൊക്കെ ഇങ്ങനെ ചെയ്യില്ലേ, അതേപോലെ പോയൊക്കെയുണ്ട് എന്തൊക്കെയോ. അവിടെ എനിക്ക് നല്ലൊരു വാട്ടർ പാർക്ക് എന്തോ ഉണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. കാണാൻ അത് നമ്മുടെ ടവർ. നമ്മൾ അങ്ങ് ദൂരെ നിന്നാണ് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു അടിപൊളി സ്ഥലത്ത് പോകാൻ പോകണം. നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിലാണ് കേട്ടോ. ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ പോകുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിനിൽ നമുക്ക് കയറാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. ഇവിടെ അമ്പലം ജസ്റ്റ് കാണാൻ വന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകും. ജസ്റ്റ് നമ്മളങ്ങനെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് പോകുന്നത്. ടോക്കിയോ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കയറാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 3 സ്റ്റേഷൻ അപ്പുറം വരെ പോകുന്നുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞുതരാം എത്ര റേറ്റ് തന്നെയാണ്. കണ്ടോ, ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു. ടിക്കറ്റ് ഇവിടെ കയറിയിട്ട് നമ്മളത് ഈ മെഷീനിൽ നിന്ന് ടിക്കറ്റ് പിക്കപ്പ് ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ലേറ്റ് ആയിട്ടോ നമ്മൾ പോകാനായിട്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നോക്കാനാണ്. निकलते जाना, मैं करता हूँ, रुको. ഓക്കെ, അതിന് ഞാൻ കയറി വന്നു. നമുക്ക് പോകണം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മൾ പോകുന്നത് ടോക്കിയോയിൽ നിന്ന് ഓഡാവാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ വരെയുള്ള ടിക്കറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ ടിക്കറ്റ് പോയാൽ പിന്നെ കയറ്റില്ലാത്തിട്ട്. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. ഡിനോ ബൈ ഹിയർ. My seat is 12A. Your 12A? seat is, yeah. वो सीट है इसमें? Yeah. Not 10C. Kodama. 12B. 12B. ABC. 10C. 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 We are together. सीट लिखा है उसने. सीट Seat number बताओ. सीट क्या है, क्या है? ये है 10A. ओ दीनो भाई बच गए. देखो भाई 12 seat ट्रेन पर. ഓക്കെ, 19th ആണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ആരും ഒച്ചെടുക്കാനുള്ളൂ, ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യുക കേട്ടോ തുറക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. ഇതാണ് അവർ തുറക്കണ സമയത്തേ തുറക്കുള്ളൂ. അങ്ങനെ ചുമ്മാ പിന്നെ വെറുതെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് കയറാൻ പറ്റില്ല, അവർ തുറക്കണം. തുറക്കുമ്പോൾ നമ്മുടെ 12 12ാമത്തെ ബോഗിയിൽ നമുക്ക് കയറാം. നമ്മുടെ ട്രെയിനിൻ്റെ അവിടുത്തെ പോലെ ചുമ്മാ ചാടിയൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ തുറക്കുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറാമുണ്ട്. അപ്പുറത്ത് അടുത്ത ട്രെയിൻ വന്നിടപ്പുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ 2-3 സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റേഷനിലുണ്ട്. പല സ്ഥലത്തേക്കുള്ള ട്രെയിൻ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കി നോക്കാം. ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേളിൽ സാധനങ്ങൾ വെക്കാം. ഇവിടെ ഒരാൾക്ക് 3 സീറ്റും ഇവിടെ 2 സീറ്റ് വെച്ചിട്ട്. അതാണ് നമ്മുടെ ഇത്.
റിക്ലൈനിങ് സീറ്റൊക്കെ Good leg space. നോക്കിയാൽ നമുക്ക് നല്ല റിക്ലൈനിങ് സ്പേസും നല്ല ലെഗ് സ്പേസും ഉണ്ടോ അത്യാവശ്യം എനിക്ക് ഓടിയെടുക്കാനുള്ള സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ, ഒരു ബോഗി. Good leg space. ജസ്റ്റ് ഇതിൻ്റെ ടോയ്ലറ്റ് സ്പേസ് കാണിച്ചത്. അപ്പോൾ ഇതാണ് വാഷ്റൂം ഏരിയ. ഇവിടെ നേരെ പുറത്തേക്ക് പോകാം. ഇവിടെ കണ്ടോ ഒരു ചെറിയ വാഷ് അവർ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിൽക്കാൻ പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ലെറ്റ് സി എന്താണ് സംഭവിക്കണമെന്ന്. ഇതാണ് വാഷ്റൂം ഉണ്ടാവും, ഫുൾ സെറ്റപ്പാണ്, ഭയങ്കര ക്വാളിറ്റിയും ഭയങ്കര ക്ലീനാണ് എല്ലാം. ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല, കയറിയിരിക്കുക, സുഖയാത്ര, സുഖം, അടിപൊളിയായിട്ട് പോകാം. നമ്മുടെ സീറ്റ്സ് കണ്ടോ, നമുക്ക് ഇത്രയും നല്ല രീതിയിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ്, ഇത്രയും റിക്ലൈൻ ചെയ്തിരിക്കുക. നമ്മൾ ഒറ്റ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ, അടുത്ത സ്റ്റേഷൻ കുറച്ച് അരമണിക്കൂർ എടുക്കും ആ സ്റ്റേഷനിൽ എത്തും. ഇപ്പോൾ സിറ്റിക്കുള്ളിലാണ് പോകുന്നത്. സിറ്റിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് മെയിൻ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡിൽ പോകാൻ വേണേ. അത് നമുക്ക് എത്രയും എന്തായാലും. അപ്പോൾ നമ്മൾ പോകുന്ന സ്പീഡ് ഞാൻ ജസ്റ്റ് നെറ്റിലെടുത്താട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പയ്യെ സ്പീഡ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് നമ്മളിപ്പോൾ 150 സ്പീഡ് 200 ആയിട്ടുണ്ടാവും. ഇപ്പോൾ 200-ലാണ് പോണത്. അറിയണ പോലും ഇല്ല കേട്ടോ, 200-ലാണ് പോകണമെന്ന് നമുക്ക് തോന്നത്ത് പോലും ഇല്ല, അത്ര സൂപ്പറായിട്ടാണ് പോണത്. കാര്യം പുറത്ത് വ്യൂ പോകണം കേട്ടോ. ഇപ്പോൾ സ്പീഡ് നോക്കി എത്രയെന്ന് 276 പ്ലസ് കഴിഞ്ഞപ്പോൾ 285 വരെ പോയിട്ടുണ്ടായി. അത്രയും സ്പീഡിലാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ അറിയണില്ല, ഞങ്ങളുടെ സ്റ്റേഷനെത്തി. ഇത് സാർ സ്റ്റേഷൻ നമ്മുടെ 280 ക്രോസ് ചെയ്തിട്ട് 300 അടിക്കുമെന്നാണ് തോന്നുന്നത്. 299 അടിക്കണം, നല്ല സെറ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഇട്ടേക്കണ GPS കറക്റ്റ് ഒന്നുമല്ല, പക്ഷേ പറ്റണ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് കണ്ടോ, പുറത്തെന്ത് സ്പീഡിലാണ് പോകണമെന്നൊക്കെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, നമുക്കൊന്നും അറിയില്ല ഇതിൻ്റെ അകത്ത് ഇരുന്നാൽ. ഇപ്പോഴാണൊന്ന് സ്പീഡ് തോന്നി, 200 വരെ ഒന്നും തോന്നിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇവിടെയാണ് അവർ എഴുതി കാണിക്കുന്നത്, ഓടാവര എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. एक्सपीरियंस बहुत सेक्सी, बहुत ज़्यादा सेक्सी। इतना सेक्सी क्या था, तुम बाथरूम में अकेले ही तो गए थे। मैं साथ लेकर गया था किसी को। बुलेट ट्രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. ദിസ് ഈസ് ദ ട്രെയിൻ. അപ്പോൾ നമ്മൾ ഇറങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി താഴെ പോയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകണതാണ്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ ടോക്കിയോ സ്റ്റേഷനിലേക്ക് പോകട്ടത്. ഇവിടുന്ന് ട്രെയിൻ എടുത്ത് കഴിഞ്ഞ് ആൻഡ് നമ്മളിവിടെ താഴത്തേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങി, പിന്നെയും രണ്ടാമത് സ്കാൻ ചെയ്ത് പിന്നെയും നമ്മൾ അകത്തേക്ക് കയറണം. എന്നിട്ട് നമ്മൾ പിന്നെയും ടോക്കിയോ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ ശ്രീധർ താടിച്ച് തകർക്കണതാണ്. നല്ല എക്സ്പീരിയൻസ് ആട്ടോ. എനിക്കൊന്ന് 300+ ഈസി ആയിട്ട് പോയിട്ട് കാണിച്ച് 286 വരെ കാണിച്ചുള്ളൂ. പക്ഷേ GPS കറക്റ്റ് ഒന്നുമില്ല. എനിക്ക് ഉറപ്പാണ് 300+ എന്തായാലും അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 300+ അടിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയി. പക്ഷെ അറിയത്ത് പോലും ഇല്ല. പക്ഷേ സൈഡിൽ കൂടെ ഒരു ട്രെയിൻ പോയപ്പോഴാണ് മനസ്സിലായ പറക്കണമെന്ന്. കാര്യം അപ്പുറത്തെ ട്രെയിൻ മൊത്തത്തിൽ കുലുങ്ങി. അപ്പോൾ നമ്മുടെ സീൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആക്കണം. എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് കയറുവാണ്, തിരിച്ച് ബുള്ളറ്റ് ട്രെയിനിലേക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസ് എന്തായാലും ഇവിടെ വരെ വന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകണമാണ്. ഇവിടെ നിന്ന് തിരിച്ച് ടോക്കിയോയിലേക്ക് പോകണമാണ്. അപ്പോൾ ഇതിനെ അവർ ജാപ്പനീസിൽ പറയുന്നത് ഷിൻകാൻസെൻ എന്നാണ് ഈ ഒരു ട്രെയിനിനെ അവർ വിളിക്കുന്നത് കേട്ടോ. ഷിൻകാൻസെൻ, ടോക്കിയോ ഷിൻകാൻസെൻ, അതായത് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിനെ പറയുന്ന പേരാണ്. അപ്പോൾ സ്റ്റേഷനൊക്കെ അടിപൊളിയാണ്. ഒരു സ്റ്റേഷനിൽ തന്നെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, പല ലൈനും പല കാര്യങ്ങളുമാണ് ഇവിടെ ഓടുന്നത്. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കണ്ടുപിടിക്കാനില്ല. ഒന്ന് മാറിപ്പോയാൽ വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വന്ന് 3500 yen, അതായത് നമ്മുടെ നാട്ടിലെ 750 രൂപയൊക്കെയാണ് നമ്മുടെ ഇത് തന്നെ. വന്ദേ ഭാരത് ട്രെയിൻ വന്നില്ല, അതിനെക്കാട്ടും അതിൻ്റെ അത്രയും കംഫർട്ടബിൾ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ ഇത് ഭയങ്കര ഫാസ്റ്റാണ്, അതത്ര ഫാസ്റ്റ് അല്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഭാവിയിൽ ഒരു 10-20 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ ഒരു കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന വണ്ടികളൊക്കെ വരുമായിരിക്കും. പറന്ന് സ്പീഡ് കണ്ട 12 ബോഗി ആയിട്ടാണ്, 20 ബോഗി ഇവിടെ നിന്ന് കഴിഞ്ഞു. ട്രെയിൻ തന്നെ ഉണ്ടോ, ഇതാണ് സാധനം ഉണ്ടോ, ഇതാണ് നമ്മുടെ ട്രെയിൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വന്നത്. പക്ഷേ അപ്പുറത്ത് എന്താ ശരിക്കും പറന്നു പോകണ കാണാൻ പറ്റും. പക്ഷേ ഇത് പയ്യെ പോണതായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് അങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ കാണാൻ പറ്റി, കയറാൻ പറ്റി. ഇവിടെ വരെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കയറണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ കയറി, നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് വേറൊരു സ്ഥലം വരെ പോയി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു.